മ്യൂസിക് അറിയാമായിരുന്നു, പഠിച്ചിട്ടുണ്ട്, ശാസ്ത്രീയമായിട്ട് പഠിച്ചിട്ടുണ്ട്. അതുകൊണ്ടായിരിക്കും അച്ഛൻ്റെ പടങ്ങളിൽ, പൊതുവേ ഭരതമാൻ്റെ അച്ഛൻ്റെയും പടങ്ങളിൽ മ്യൂസിക് നന്നാവാൻ. ഇപ്പോൾ ഹരൻ സാർ, ഇവർക്കൊക്കെ മ്യൂസിക് ഉണ്ട്. ഈ മ്യൂസിക്കുള്ള ഡയറക്ടേഴ്സിൻ്റെ പൊതുവിൽ ബാലചന്ദ്ര മേനോൻ, അദ്ദേഹത്തിൻ്റെ പടങ്ങളിൽ പാട്ടുകൾ മോശമാവാറില്ല ഒരിക്കലും. മ്യൂസിക് അദ്ദേഹം പാടുന്നതൊക്കെ അറിയാമല്ലോ. ഇവർക്കൊക്കെ അച്ഛൻ പാടിയിരുന്നില്ലെങ്കിൽ പോലും സംഗീത ബോധം ഉണ്ടായിരുന്നു. അച്ഛൻ ട്യൂൺ ചെയ്ത ചില പാട്ടുകൾ അച്ഛൻ്റെ മരണശേഷം തമ്പിച്ചിട്ടപ്പം പാടി കേൾക്കുമ്പോഴാണ് അച്ഛൻ ഇങ്ങനൊരു സാധനം ഉണ്ടായിരുന്നല്ലേ എന്ന് നമ്മൾ അറിയുന്നത്. അച്ഛനതൊരിക്കലും ഒരു സ്ഥലത്തും ഫ്ലോണ്ട് ചെയ്തിരുന്നില്ല, എടുത്ത് ഇങ്ങനെ ഞാനിങ്ങനെ മ്യൂസിക് ഡയറക്ടറാണെന്നുള്ളൊരു. പക്ഷേ തീർച്ചയായിട്ടും അച്ഛൻ്റെ കൂടെ പ്രവർത്തിച്ച ഹി വാസ് ഏബിൾ ടു ബ്രിങ് ദ ബെസ്റ്റ് ഓഫ് ഓൾ ഓഫ് ദം. പെരുമ്പാവൂർ ആയാലും ജോൺസൺ ആയാലും എനിക്ക് തോന്നുന്നു എം ജി രാധാകൃഷ്ണൻ, അങ്ങനെ എല്ലാവരുടെയും ഏറ്റവും നല്ല ആസ്പെക്ട്സ് കൊണ്ടുവരാൻ പറ്റിയതിന് കാരണം ആ സംഗീത അടിത്തറ തന്നെയാണ്. ഇവരുടെ വീട്ടിലൊക്കെ ഈ സംഗീതം പഠിപ്പിക്കാൻ പണ്ട് ഭാഗവതന്മാർ വരുമായിരുന്നു. അച്ഛൻ അങ്ങനെ പഠിച്ചിട്ടുണ്ട്, 5-6 വർഷത്തോളം പഠിച്ചിട്ടുണ്ടെന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത്.